ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹത്തിനായുള്ള പണപ്പിരിവിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം. പണപ്പിരിവിന് പ്രചരിപ്പിച്ച ലഘുലേഖയിലെ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കാൻ പണപ്പിരിവ് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്ത് അന്വേഷണം നടന്നു? പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി അവകാശപ്പെട്ട് തമിഴ്നാട് ഈറോഡുള്ള ഒരു ആശുപത്രിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ഇ.കെ. സഹദേവൻ പണപ്പിരിവ് തുടങ്ങിയിരുന്നു. ഇത് ഈ പണപ്പിരിവിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും വലിയ ലഘുലേഖ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുണ്ട്, QR കോഡുണ്ട്, ഒപ്പം തന്നെ മറ്റു വിശദാംശങ്ങളുണ്ട്. സ്വാഭാവികമായും ഇത് അങ്ങനെ ശബരിമല സന്നിധാനത്ത് അല്ലെങ്കിൽ ക്ഷേത്രാങ്കണത്തിൽ അങ്ങനെ ഒരു പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അനുമതി നൽകിയതായി, അങ്ങനെ അനുമതി നൽകാത്തതാണ്. ഒരു സ്വകാര്യ വ്യക്തിക്ക് അങ്ങനെ ഒരു അനുമതി നൽകാത്തതാണ്. അങ്ങനെ ഈ വിഷയം നടക്കുന്നതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു സ്വമേധയാ കേസെടുത്ത് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയം വളരെ ഗുരുതര വിഷയം തന്നെയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇന്നും ആ വിഷയം പരിഗണിച്ചപ്പോഴാണ് ഈ വിഷയത്തിൽ ലഘുലേഖ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ പരിശോധിച്ച് ആ വിഷയത്തിൽ അന്വേഷണം കാര്യക്ഷമമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ രൂപത്തിൽ ഈ വിഷയം വന്ന സ്ഥിതിക്ക് ഒരു വിശദീകരണം തേടിയിരുന്നു. ഇന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചത് ഓൾറെഡി ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടക്കുകയാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ആ അന്വേഷണം കർശനമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം തന്നെ പണപ്പിരിവിന് പ്രചരിപ്പിച്ച ലഘുലേഖയിലെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതാണെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ അറിയിച്ചത് അങ്ങനെ ഒരു പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കാൻ പണപ്പിരിവിന് ആരെയും ആ ദൗത്യം ഏൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ പണം പിരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ അറിയിച്ചത്. ധന്യ. ശരി.